ഹലോ ഡിയേഴ്സ്, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ നമ്മളിന്ന് സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു വാൾ ഡെക്കറിൻ്റെ വീഡിയോ ആയിട്ടാണ് വന്നത്. അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ ഒരു കാർഡ്ബോർഡിൻ്റെ ഒരു ഷീറ്റ് എടുത്തിട്ടുണ്ട്. അതിന് ചുറ്റും മാസ്കിൻ ടേപ്പ് എടുത്തിട്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ആ മാസ്കിൻ ടേപ്പ് ഒട്ടിച്ചു കൊടുത്ത ഭാഗത്തും ബാക്കിയുള്ള ഭാഗത്തേക്ക് കൂടിയിട്ട് ഫുള്ളായിട്ടൊന്ന് ബ്ലാക്ക് കളർ പെയിൻ്റ് ഒന്ന് ആക്കി കൊടുക്കുന്നുണ്ട്. പെയിൻ്റൊക്കെ അടിച്ചതിന് ശേഷം അത് ഡ്രൈ ആവാനായിട്ടൊന്ന് മാറ്റി വെക്കുന്നുണ്ട്. അപ്പോൾ അതിനുള്ളിൽ നമുക്കിവിടെ കുറച്ചൊരു ഫ്ലവേഴ്സ് റെഡിയാക്കി എടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ടിഷ്യൂ പേപ്പറാണ് എടുത്തിട്ടുള്ളത്. ഞാനിവിടെ 4 ടിഷ്യൂ പേപ്പർ എടുത്തിട്ടുണ്ട്. ഒന്നിൻ്റെ മുകളിൽ ഒന്നായിട്ട് 4 അട്ടിക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ നടുഭാഗത്തു നിന്നൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. എന്നിട്ട് 2 ഭാഗമാക്കി തിരിക്കുന്നുണ്ട്. ഇനി കട്ട് ചെയ്തെടുത്ത് വെച്ചിട്ടുള്ള ടിഷ്യൂ പേപ്പറിൽ നിന്ന് ഒരു ഭാഗം എടുത്തിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടാക്കിയിട്ടൊന്ന് മടക്കി കൊടുക്കുക. ഇത് സിമ്പിളല്ലേ? ഇങ്ങനെ മടക്കാൻ അറിയാത്തവരായിട്ട് ആരോ ഉള്ളതല്ലേ? അങ്ങനെ ഫുള്ളായിട്ട് അതുപോലെ ഒന്ന് മടക്കി എടുത്തിട്ടാകുമ്പം അതിൻ്റെ സെൻറ്ററിലായിട്ടൊന്ന് ക്രാഫ്റ്റ് ആമ്പ് യൂസ് ചെയ്തിട്ടൊന്ന് ഇതുപോലെ ഒന്ന് ചുറ്റി കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതില്ലാന്നൊക്കെ വെച്ചിട്ട് നിങ്ങൾ വിഷമിക്കുന്നു വേണ്ട, നിങ്ങൾക്ക് നൂലും യൂസ് ചെയ്തിട്ട് ഇതുപോലെ ഒന്ന് കെട്ടിട്ട് കൊടുക്കുക. നമ്മൾ എടുത്തിട്ടുള്ള ടിഷ്യൂ പേപ്പറിൽ 4 ലെയറാണ് ഉള്ളത്. അപ്പോൾ ഇനി ഈ കാണുന്ന രീതിയിൽ ഓരോ ലെയറും ഇതുപോലെ ഒന്ന് പൊക്കി കൊടുക്കുക. മുമ്പിലുള്ള ഭാഗം ആദ്യം ഒന്ന് പൊക്കി കൊടുത്തതിന് ശേഷം അതിൻ്റെ രണ്ടാമത്തെ ലെയറും കൂടി ഇതുപോലെ തന്നെ ഒന്ന് പൊക്കി കൊടുക്കാം. അതുപോലെ മൂന്നാമത്തെ ലെയറും 4ാമത്തെ ലെയറും നമുക്ക് ചെയ്തെടുക്കാം. ഇനി വീഡിയോക്ക് കുറച്ച് സ്പീഡ് കൂടിപ്പോയി എന്നുള്ള പരാതി ഒന്നും പറയണ്ട കേട്ടോ. മോഡിൽ നമുക്ക് സ്പീഡ് കുറക്കാനുള്ള ഓപ്ഷനും ഉണ്ട്. ഇത്രയൊക്കെ പറഞ്ഞിട്ട് ഞാനൊരു കാര്യം പറയാൻ വിട്ടുപോയിട്ടോ. നമ്മുടെ ചാനൽ പുതിയതായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇത്രയൊക്കെ ചെയ്തതിന് ശേഷം നമുക്കിതൊന്ന് ഷേപ്പ് ചെയ്തെടുക്കണം. ഫ്ലവറിൻ്റെ മുകളിലുള്ള ഭാഗം ഷേപ്പില്ലാണ്ടാണ് കിടക്കുന്നത്. ഇനി കത്രിക യൂസ് ചെയ്തിട്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തിട്ടൊന്ന് ഷേപ്പാക്കി എടുക്കാം. ഇതുപോലെ ഞാൻ 5 ഫ്ലവേഴ്സ് ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ആദ്യം വലിയ സൈസിലുള്ള ഒന്ന് ഉണ്ടാക്കിയെടുത്തു, പിന്നെ അതിൻ്റെ ചെറുത്, പിന്നെ അതിൻ്റെ ചെറുത്, അങ്ങനെ ഞാൻ 4 കൂടി ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഫ്ലവറിന് വെക്കാൻ വേണ്ടിയിട്ടൊരു തണ്ട് വേണം. അതിന് വേണ്ടിയിട്ട് ഒരു ടിഷ്യൂ പേപ്പറിൻ്റെ പകുതി എടുത്തിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് ഇതുപോലെ ഒന്ന് ചുരുട്ടി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മുടെ കയ്യിലേക്കൊന്ന് പശ ആക്കി കൊടുക്കുക. എന്നിട്ട് ആ ടിഷ്യൂ പേപ്പർ കയ്യിൽ വെച്ചിട്ട് ചുരുട്ടി എടുക്കുമ്പം അത് ഒട്ടിയിട്ട് നമുക്കൊരു തണ്ടിൻ്റെ രൂപത്തിൽ കിട്ടിക്കോളും. ഇനിയിപ്പോൾ അധികം പശ ചേർക്കണം എന്നുണ്ടെങ്കിൽ വീണ്ടും കയ്യിലേക്കൊന്ന് പശയാക്കി കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ ഒന്നും കൂടി ഒന്ന് ചുരുട്ടിയെടുക്കുക. ഇതുപോലെ തന്നെ 2 കൂടി ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. നമുക്ക് ആവശ്യത്തിനനുസരിച്ചിട്ട് വീണ്ടും വേണമെന്നുണ്ടെങ്കിൽ ഉണ്ടാക്കി കൊടുക്കാം കേട്ടോ. ഇനി അതിൻ്റെ 2 അറ്റത്തും നമുക്കൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ പെയിൻറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള കാർഡ്ബോർഡിലേക്ക് ഇത് നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിലാക്കിയിട്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കാം കേട്ടോ. ഞാൻ ഈ ഒരു ഷേപ്പിലാണ് ആക്കി കൊടുക്കുന്നത്. ചെറുതായിട്ടൊന്ന് പാളിപ്പോയിട്ടുണ്ട്. ഉദ്ദേശിച്ച ഷേപ്പിലല്ല കിട്ടിയത്. പിന്നെ അതുപോലെ തന്നെ ആക്കി. എന്തായാലും ടിഷ്യൂ പേപ്പറിന് അത്ര വലിയ നീളമൊന്നും ഇല്ലല്ലോ. അപ്പം ഇതിൻ്റെ മുകളിൽ എക്സ്ട്രാ ഒന്നും കൂടി നമുക്കൊന്ന് ഒട്ടിച്ചു കൊടുക്കേണ്ടതായിട്ടുണ്ട്. ആ തണ്ട് വെച്ച ഷേപ്പ് എനിക്ക് അത്ര വലിയ ഇഷ്ടമായിട്ടില്ല. പക്ഷെ എന്നാലും പറഞ്ഞിട്ട് കാര്യമില്ല. പിന്നെ അങ്ങനെ തന്നെ കിടക്കട്ടെ എന്ന് വെച്ചിട്ട് പിന്നെ അതൊന്നും മാറ്റാനൊന്നും പോയിട്ടില്ല. ഇനി ഫ്ലവറും കൂടി പെട്ടെന്ന് ഒട്ടിച്ചിട്ട് കൊളാവണ്ടെന്ന് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് എല്ലാം കൂടി ഒന്ന് ജസ്റ്റ് ഒന്ന് വെച്ച് നോക്കുന്നുണ്ട്. എന്നിട്ട് പിന്നെ ആ ഒരു ഷേപ്പിലങ്ങ് ഒട്ടിച്ചു കൊടുക്കാമെന്ന് വെച്ചു. പിന്നെ ഇത് ഫുള്ളായിട്ട് ഒട്ടിക്കാനായിട്ട് നമ്മളിവിടെ ഫെവിക്കോൾ തന്നെയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. വേറൊരു പശ ഇവിടെ യൂസ് ആക്കിയിട്ടില്ല. വീഡിയോയിൽ കാണുന്ന രീതിയിൽ തന്നെ എല്ലാം ഒന്ന് ഒട്ടിച്ചെടുക്കുന്നുണ്ട്. വീണ്ടും സ്ക്വയർ ടൈപ്പിലുള്ളൊരു ടിഷ്യൂ പേപ്പർ എടുത്തിട്ടുണ്ട്. അത് ഇതുപോലെ ഒന്ന് ചുരുട്ടി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് കയ്യിലേക്കൊന്ന് പശയാക്കി കൊടുക്കാം. എന്നിട്ട് ആ പശേൻ്റെ മുകളിൽ വെച്ചിട്ട് നമുക്ക് ഇതുപോലെ ഒന്ന് ചുരുട്ടിയെടുക്കാം. അപ്പോൾ നമുക്ക് ചെറിയൊരു ബോൾസായിട്ട് കിട്ടും. അപ്പോൾ ഈ വീഡിയോയിൽ കാണുന്ന പോലെ ചെയ്ത് കൊടുത്താൽ മതി. ഈ ഒരു രീതിയിൽ തന്നെ 5 ബോൾസ് ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ആദ്യം 2 വലിയ ബോൾസും പിന്നെ അതിൻ്റെ 2 ചെറിയ ബോൾസും പിന്നെ അതിൻ്റെയും ചെറിയ ഒരു ബോളും ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ മുകൾ ഭാഗത്തായിട്ട് 5ഉം ഒരുമിച്ചിട്ടൊന്നും ഇതുപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ ആ നടുക്കുള്ള തണ്ടിന് ഗ്രീൻ കളർ വെച്ചിട്ടൊന്ന് പെയിൻറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച ഫ്ലവേഴ്സൊക്കെ നമുക്കിതിലേക്കൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. പിന്നെ ഇത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിലേക്ക് അറേഞ്ച് ചെയ്ത് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ ഞാൻ ഈ ഒരു രീതിയിലാണ് ഒട്ടിച്ചു കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. ഇനി ഇതിന് ചുറ്റും വൈറ്റ് കളർ യൂസ് ചെയ്തിട്ടൊന്ന് ബോർഡർ വരച്ച് കൊടുക്കുന്നുണ്ട്. എൻ്റെ കയ്യിൽ ഗോൾഡൻ കളർ ഇല്ലാത്തതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ ഗോൾഡൻ കളർ ഉണ്ടെങ്കിൽ കുറച്ചും കൂടി ഭംഗി അതായിരിക്കും കാണാനായിട്ട്. അപ്പോൾ അത്രയേ ഉള്ളൂ. സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു വാൾ ഡെക്കറാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക.
ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്